എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ രാമായണത്തിലെ സ്തുതികളുടെ ഭാഗം പാരായണം ചെയ്യാം. ഇന്നിവിടെ ഞാൻ പാരായണം ചെയ്യാൻ പോകുന്നത് അഹല്യാസ്തുതി. രാമ 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 പാഹി മാം, രാമ 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 പാഹി മാം. അപ്പം ഇന്നത്തെ ഭാഗം അഹല്യാസ്തുതി. അഹല്യാസ്തുതി നമുക്ക് തുടങ്ങാം. ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്നപാം സുലേശമെന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദ അതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മധ്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യൻ അജലനല്ലോ ഭവാൻ. ത്വൽപാദാംബുജപാംസു പവിത്രാ ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽഗുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായി അവതരിച്ചോരു പൗരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം. ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം. നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം ഭക്തിയോ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം, യാതൊരു നാഭിതന്നിലുണ്ടായി വിരുഞ്ചനം, യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ. ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീ രമണനും ഭാരതീ ദേവിതാനും ബ്രഹ്മലോകത്തിൽ നിന്നന്യുഹം കീർത്തിക്കുന്നു കന്മഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യനദ്വയൻ അവ്യക്തനാകുലൻ വേദ്യനെല്ലാരും ആരാലുമെന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ. പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരുകാരുണ്യമൂർത്തി. ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണാനന്ദൻ ആത്മാരാമനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗദുദ്ഭവസ്ഥിത സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കേണം. രാമരാഘവ പാദ പങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം. മാനാർത്ഥം മൂന്നിലക മാക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻ കരങ്ങളാൽ ചാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശമസ്യാങ്കിതം. മന്മനോ നികേതനം കന്മഷ വിനാശനം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തുതേ. ജഗത് ആശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മസാക്ഷിഭൂതനായതും ഭവാൻ. അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ. വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ വാജ്യനായി വരേണമേ വാക്കിനു സദാ മമ. കാര്യകാരണകർത്തൃഫല സാധന ഭേദം മായയാ ബഹുവിധ രൂപമായി തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിന്തിരുവഴിയതോ സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തുമകത്തും എല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതോ നിത്യം നിൻ തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ. സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ
ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചലൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ ആത്മകൻ പരൻ സത്താത്മാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായ എത്രയും മൂഢാത്മാവായ അന്ധയായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാപി വസിച്ചിടുമെല്ലാ നാളും പൊൽ തളിരടികളിലടക്കം വരാതെയൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ശ്രീകേശ രാമരാഘവ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്താപരാധം ക്ഷമസ്വ ജഗൽപദേ ജനനമരണ ദുഃഖാവഹം ജഗന്നാഥം ദിനനായക കോടിസദൃശ്യപ്രഭം രാമം കരസാരയുഗ സുദൃശരജാപം കരുണാകരം കാളജലദഭാസം രാമം കനകരുചിര ദിവ്യാംബരം രമാവരം കനകോജ്വലരത്നകുണ്ഡലാഞ്ചിതഗണ്ഡം കമലദലലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാ രാമമീഢേ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം ഗോപിസ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാകും അഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു വസിച്ചിടിനാൾ അഹല്യയും ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയല്ല വരും ഐഹിക സൗഖ്യവും പുരുഷന്മാർക്കു നൂനം ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് ഈ സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവും മേറ്റമുണ്ടാം ഗുരുതൽപകൻ കനകസ്തേ സുരാബായി ധരണി സുരഹന്ത പിതൃമാതൃഹാ ഭോഗി പുരുഷാധനമേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാതരാൽ വണതുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദ്രുത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സത്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. ഇത്രയുമാണ് അഹല്യാസ്തുതി. ഞാൻ പാരായണം ചെയ്തതിൽ അല്പസ്വല്പം തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, ക്ഷമിക്കുക എല്ലാവരും ഭഗവാനെ. അപ്പോൾ ഇത്രയും ഈ സ്തുതി കേട്ടാലും നമ്മൾ ജപിച്ചാലും ഏറ്റവും മോക്ഷമെന്നാണ് സ്തുതിയുടെ അവസാന ഭാഗം പറയുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും, പുതിയതായിട്ട് കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കമൻറ്റ് എന്ന് കമൻറ്റ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്ന് വെച്ചാൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സഹായിക്കുക. രാമ 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 പാഹി മാം രാമ 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 പാഹി മാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത് കാണും വരെ എല്ലാവർക്കും വിടാം.